ഇവിടെ ഡോൺ സിം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കാലൊക്കെ കഴുകിയിട്ട് കാലും മുഖമൊക്കെ കഴുകിയിട്ട് വരാം. മോനും രാജേഷേട്ടനും മുന്നേ നടക്കുന്നുണ്ട്. അദ്യുന് വെള്ളത്തിന് ഭയങ്കര പേടിയാണ് കേട്ടോ. അദ്യ വെള്ളത്തിലേക്ക് ഇറങ്ങൂല. വലിയ ഉഷാറായിട്ട് ഇറങ്ങാനൊക്കെ ശ്രമിക്കും, പക്ഷെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഓടും എന്നുള്ള സ്ഥിതിയാണ്. स्वस्ति प्रजाभ्यः परिपालयन्तां न्यायेन मार्गेण महीं महिषाः गोब्राह्मणेभ्यः शुभमस्तु नित्यं लोकाः समस्ताः सुखिनो भवन्तु जननी जन्मभूमिश्च स्वर्गादपि गरीयसी सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी നാരായണി നമോസ്തുതേ. ഹായ്, മയൺ വ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തലശ്ശേരി ബൈപ്പാസിലുള്ള ടോൾ ഗേറ്റിന്റെ മുന്നിലാണ്. മൂകാംബിയയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുവാണ്. പുലർച്ചെ 1 മണിക്കാണ് ബസ് എന്ന് പറഞ്ഞിരുന്നത്, പക്ഷേ ഡിലേ ആണെന്ന് പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ 4 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. പക്ഷെ ഇപ്പോൾ സമയം 6 മണിയാവാൻ പോകുന്നു. ഇതുവരെയ്ക്കും ബസ് വന്നിട്ടൊന്നുമില്ല, വെയിറ്റിങ്ങിലാണ്. അപ്പോൾ മോന്റെ വിദ്യാരംഭം കുറിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി മൂകാംബിക വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് വന്നു. 5 മണിക്കൂർ ലേറ്റായിരുന്നു. നന്നായിട്ട് ബുദ്ധിമുട്ടി. ഇവർ ഒന്ന് ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയ്ക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഓൺലൈനായിട്ട് ഒരു അപ്ഡേഷനും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഉറക്കമൊക്കെ കംപ്ലീറ്റ്ലി പോയി. കാസർഗോഡ് KSRT ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. ഇവിടെ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ KSRTC ബസ് സ്റ്റാൻഡിലാണ് കാസർഗോഡ്. അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ് വീണ്ടും. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിയൊക്കെ കഴിയുമെന്നാണ് അറിയാൻ പറ്റിയത്. ഇന്ന് എന്തായാലും അവിടെ സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ മൂകാംബിക ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് എത്താൻ പോകുന്നു. ഈ ഒരു കവാടം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ? അരവിന്ദൻ്റെ അതിഥിയുടെ സിനിമ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഒരു അമ്പലമാണ് മൂകാംബിക അമ്പലം. അതേപോലെ ഈ ഒരു കവാടവും അല്ലേ. നമ്മളിത് ഇപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിനടുത്ത് തന്നെ ബസ് ഇറങ്ങി. നമുക്ക് ഈ ഒരു ക്ഷേത്രം വരുന്നത് കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിലെ കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്കിവിടെ ബസ്സിന് വരുവാണെങ്കിൽ ഡയറക്റ്റായിട്ട് ക്ഷേത്രത്തിനടുത്ത് തന്നെ വരാം. പിന്നെ ട്രെയിനാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റും. നമ്മളുടെ ഒരു പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചിട്ട് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലും കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് നോക്കാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ നമുക്ക് റൂം സെറ്റായിട്ടുണ്ട്. ബീന റെസിഡൻസിയിലാണ് നമ്മൾ റൂം എടുത്തത്. കുഴപ്പമില്ലാത്ത ഒരു റെസിഡൻസിയാണ് കേട്ടോ. നല്ല പെരുമാറ്റമായിരുന്നു. എല്ലാവരും അധികം മലയാളികൾ തന്നെയായിരുന്നു. ഇതാ ക്യാഷിലിരിക്കുന്ന ആളൊക്കെ മലയാളിയാണ്. നല്ല രീതിയിൽ സംസാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണാമല്ലേ. ഇനി ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന റൂം. ഒരു ഫുള്ളി വുഡ് എഫക്റ്റാണ് റൂമിനുള്ളിൽ. ആ ഒരു വുഡ് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. പിന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ആയിരുന്നു. എല്ലാം കൊണ്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് റൂമിൻ്റെ കാര്യത്തിൽ. നമ്മളിന്ന് മൂകാംബികയിൽ വന്നിട്ട് രാവിലെ തൊഴുത് മോനെ എഴുത്തിനിരുത്തിയിട്ട് അങ്ങനെ നൈറ്റ് തന്നെ തിരിച്ചു വീട്ടിലെത്തുന്ന രീതിയിലായിരുന്നു പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്ത ബസ് വന്നിട്ട് 1 മണിക്ക് നമ്മുടെ തലശ്ശേരി ബൈപ്പാസിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 മണി എന്നുള്ളത് പിന്നെ അവർ കോൾ ചെയ്ത് പറഞ്ഞു 4 മണിക്ക് മാത്രമേ വരുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 4 മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം അവിടെ വന്ന് നിന്നു. പക്ഷേ ബസ് ശരിക്കും വന്നത് 6 മണിക്കാണ്. മൂകാംബിക എത്തിയിരിക്കുന്നത് 2 മണിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ എഴുത്തിനിരുത്ത് ഇന്ന് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നാളെ രാവിലെയാണ് മോന്റെ എഴുത്തിനിരുത്ത് ചടങ്ങ് വരുന്നത്. അപ്പോൾ ഇപ്പൊ ഞങ്ങൾ കുടിച്ച് റെഡിയായിട്ട് സൗപർണികയിൽ പോയി അവിടുന്ന് പിന്നെ ദീപാരാധന തൊഴാൻ പോകും. നമ്മളിപ്പോൾ സൗപർണികയിലെത്തി. ഇവിടെ അദ്യം രാജേഷേട്ടനും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഡോൺ സിം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കാലൊക്കെ കഴുകിയിട്ട് കാലും മുഖമൊക്കെ കഴുകിയിട്ട് വരാം. മോനും രാജേഷേട്ടനും മുന്നേ നടക്കുന്നുണ്ട്.
ഇവിടെ അനൗൺസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഡേഞ്ചർ എന്ന് എഴുതി വെച്ചിട്ട് ഒരു ചുവപ്പ് സാരി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ആഴമാണ്. അതാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സൗപർണികയിൽ കാല് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ മെല്ലെ ഇറങ്ങി. കണ്ണാടി പോലെയുള്ള വെള്ളമായിരുന്നു. ഉരുളൻ കല്ലുകൾ, ചെറിയ ചെറിയ ഉരുളൻ കല്ലുകളും ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു. നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. അദ്യുന് വെള്ളത്തിന് ഭയങ്കര പേടിയാണ് കേട്ടോ. അദ്യ വെള്ളത്തിലേക്ക് ഇറങ്ങൂല. വലിയ ഉഷാറായിട്ട് ഇറങ്ങാനൊക്കെ ശ്രമിക്കും, പക്ഷെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഓടും എന്നുള്ള സ്ഥിതിയാണ്. നമ്മളിതാ സൗപർണികയിൽ നിന്ന് നേരെ ഇത് അമ്പലത്തിലേക്ക് വന്നു. അമ്പലത്തിൻ്റെ മുൻവശാട്ടോ ഈ കാണുന്നത്. ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും. ഇപ്പോൾ അധികം തിരക്കൊന്നുമില്ല. നമുക്കിപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ ശ്രീകോവിലിനുള്ളിലേക്ക് മാത്രമേ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളൂ. ഈ ഒരു അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതിനുള്ളിൽ നമ്മൾ ശ്രീകോവിലിൽ കയറുമ്പോൾ നമ്മളുടെ ഫോൺ സൈലൻ്റ് ആക്കി വെക്കണം. അതുവരേക്കും നമുക്ക് വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും ഒക്കെ ആയിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ അമ്പലത്തിനുള്ളിലേക്ക് കയറി. ആ കാണുന്നത് നമ്മുടെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ ആണ്. നല്ല മഴയുള്ളത് കാരണം അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് മാറി നിന്നു. മഴയൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ക്യൂവിലേക്ക് പോയി നിൽക്കുന്നത്. ഈ കാണുന്നത് ക്ഷേത്രത്തിലെ സ്വർണ്ണരഥമാണ്. ഈ ഒരു സ്വർണ്ണരഥം ക്ഷേത്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത് ശ്രീ ഭാരതി തീർത്ഥ സ്വാമിജിയാണ്. 77 കിലോ സ്വർണം കൊണ്ടാണ് ഈ ഒരു രഥം നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ തൊട്ട് ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ഉപദേവ ക്ഷേത്രങ്ങളും കാണാൻ കഴിയും. ഇവിടെ ആഞ്ജനേയൻ, വിഘ്നേശ്വരൻ, ശിവഭഗവാൻ എല്ലാവരും തന്നെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിന് ഇരുവശങ്ങളിലായിട്ട് കാണാൻ കഴിയും. അതേപോലെ ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് നെയ്വിളക്ക്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ദേവിയെ ചാർത്തിയിരിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ നമുക്ക് വിൽക്കുന്നുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഓരോരുത്തർക്കും അത് വാങ്ങിക്കാവുന്നതാണ്. നല്ല രീതിയിൽ ദേവീ ദർശനമൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മളിത് അന്നദാന ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ 2 നേരം അന്നദാനമുണ്ട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 വരയ്ക്കും, രാത്രി 8 മണി മുതൽ 9:30 വരയ്ക്കുമാണ് നമുക്ക് അന്നദാനത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. ചോറും സാമ്പാറും കൂട്ടുകറിയും ഇതൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണമാണ് നമുക്കവിടെ കിട്ടുന്നത്. ഇതാ മോൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ദീപാരാധനയൊക്കെ തൊഴുത് ഇപ്പോൾ റൂമിലേക്ക് വന്നു. ഇനി രാവിലെ 6 മണിക്ക് മോന്റെ വിദ്യാരംഭമാണ്. രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ നാളെ കാണാം. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി. ഇതാ അദ്യുന്റെ വിദ്യാരംഭം കുറിക്കാൻ പോവാണ്. അപ്പൊ പോവാ അദ്യു? ഓക്കെ. A A I I U A A I I U. നമ്മൾ വിദ്യാരംഭമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അടുത്ത് തന്നെയുള്ള സാന്നിധ്യം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഇനി തന്ത്രിയുടെ വീട്ടിലേക്ക് പോകണം. അവിടെ മോൻ്റെ അർച്ചനയും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചതിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ അവിടെ വന്ന് വാങ്ങിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് വേണം, ഫുഡ് കഴിച്ചിട്ട് വേണം അവിടത്തേക്ക് പോകാൻ. നമ്മളിപ്പോൾ ഇതാ മസാല ദോശയും റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. അത് വന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് വേഗം തന്ത്രിയുടെ വീട്ടിലേക്ക് പോകണം ഇനി. മൂകാംബിക ക്ഷേത്രത്തിലെ തന്ത്രിയായിട്ടുള്ള മഞ്ജുനാഥ അടിക അവരുടെ വീട്ടിലാണുള്ളത് നമ്മളിപ്പോ. നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ ദേവിയുടെ
എന്തൊക്കെ ഐതിഹ്യങ്ങളാണ് ഉള്ളതെന്നൊക്കെ തന്ത്രിയോട് ചോദിച്ചറിയാം. അപ്പോൾ നമ്മളുടെ കൂടെ ഇപ്പോൾ ഡോക്ടർ നിത്യാനന്ദ അടിക സാറുണ്ട്. അപ്പോൾ സാറിനോട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. स्वस्ति प्रजाभ्यः परिपालयन्तां न्यायेण मार्गेण महीं महिषाः गोब्राह्मणेभ्यः शुभमस्तु नित्यं लोकाः समस्ता सुखिनो भवन्तु जननी जन्मभूमिश्च स्वर्गादपि गरीयसी सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. എൻ്റെ പേര് ഡോക്ടർ നിത്യാനന്ദ അടിക. ശ്രീ മൂകാംബിക അമ്പല തന്ത്രിയാണ്. ഈ മൂകാംബിക എന്നാൽ ശരിക്ക് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി 3 രൂപങ്ങളാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യസ്വരൂപിണി ശ്രീ മൂകാംബിക എന്ന് പറയും. മഹാകാളിയായിട്ട് ഭക്തന്മാരന് സംരക്ഷണ ചെയ്യുന്നത്, ശത്രുദോഷ, ദൃഷ്ടിദോഷ, ദുരിതാദി ദോഷങ്ങളെല്ലാം ദൂരാക്കുന്നത് മഹാകാളിയാണ്. മഹാലക്ഷ്മിയായിട്ട് ഐശ്വര്യം, ധനധാന്യ സമൃദ്ധി കൊടുക്കുന്നത് മഹാലക്ഷ്മിയാണ്. മഹാസരസ്വതി എന്നാൽ ഒരു ആലോചനാശക്തി, മേധാശക്തി എന്ന് പറയും. ആ ഒരു ಶಿಕ್ಷಣ, ಆ ಒಂದು ಮೇಧಾಶಕ್ತಿ ಶಿಕ್ಷಣ കൊടുക്കുന്നത് ആ മഹാസരസ്വതിയാണ്. ഈ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യസ്വരൂപിണി മൂകാംബിക 3 ഭാവങ്ങളുള്ള ദേവി മൂകാംബികയാണ്. ഇവിടെ മൂകാംബിക ക്ഷേത്രത്തിൽ കാലത്ത് 5 മണിക്ക് നട തുറക്കുവാണ്. കവാടം ഉദ്ഘാടന എന്ന് പറയും. കവാടം ഉദ്ഘാടന എന്നാൽ അമ്പൽ ഓപ്പൺ ആവുന്ന ഒരു ടൈമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ അത് ഒരു അമ്പല് തുറക്കുകയാണ്. പിന്നെ ആദ്യം അമ്മയ്ക്ക് ദന്തധാവന പൂജ എന്ന് പറയും. ഈ ദന്തധാവന പൂജ എന്നാൽ നമ്മൾ ഈ പല്ല് വാഷ് ചെയ്യുമല്ലോ, ആ പോലെ ദന്തധാവന, ആ പോലെ ഒരു പൂജ ആണ്. ഈ പല്ല് വാഷ് ചെയ്യുന്ന പോലെ ഒരു ദന്തധാവന പൂജ അമ്മയ്ക്ക് ചെയ്യുന്നതാണ്. അത് ನಂತರ ബലിമംഗളാരത്തി എന്ന് പറയും. അത് ഒരു കാലത്തെ പൂജയാണ്. അത് ആ പൂജ ചെയ്തിട്ട് പിന്നെ ശിവേലി തുടങ്ങുവാണ്. ശിവേലി, അമ്മയുടെ ഉത്സവ, രഥവേലി ഇതെല്ലാം തുടങ്ങുവാണ്. പിന്നെ ഭക്തന്മാരത് തുലാഭാരം, കുടുംബ ഐശ്വര്യ പൂജ, അലങ്കാര പൂജ, സർവൈശ്വര്യ പൂജ ഇതെല്ലാം ആ സമയത്തിൽ നടക്കുവാണ്. സമയത്തിൽ അമ്മയ്ക്ക് ഒരു ദീപാരാധന ഉണ്ടാവും. ആ ദീപാരാധന, മഹാനൈവേദ്യ ദീപാരാധന ഇതെല്ലാം മധ്യാഹ്ന സമയത്തിലും ഉണ്ടാവും. നൈവേദ്യങ്ങൾ കാലത്തും ഉണ്ടാവും, പിന്നെ മധ്യാഹ്നത്തിലും ഉണ്ടാവും. മഹാനൈവേദ്യ, പിന്നെ ശിവേലി, പിന്നെ രഥവേലി, തുലാഭാര, ഈ പൂജകൾ, ഭക്തന്മാർ ചെയ്യുന്ന പൂജകൾ ഇതെല്ലാം ഉണ്ടാവും. പിന്നെ ഈ വിദ്യാരംഭ എന്ന് പറയും. വിദ്യാരംഭ എന്നാൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യുന്ന ഒരു പൂജയാണ്, ഒരു സംസ്കാരമാണ്. വിദ്യാരംഭ എന്ന് പറയും. അത് ആരംഭ ചെയ്യുന്നതാണ്. ആ ഒരു വിദ്യാരംഭം കാലത്ത് 6 മണി മുതൽ മധ്യാഹ്ന 1:30 വരെ നടക്കുവാണ്. പിന്നെ സന്ധ്യയ്ക്ക് പ്രദോഷ പൂജാരാധന എന്ന് പറയും. ആദ്യം പ്രദോഷ പൂജാരാധന, പിന്നെ രാത്രി പൂജ, ശിവേലി, രഥവേലി ഇതെല്ലാം നടക്കുവാണ്. അപ്പോൾ അഷ്ടാവധാന സേവ എന്നുണ്ടാവും. അഷ്ടാവധാന സേവ എന്നാൽ അമ്മയ്ക്ക് ചതുർവേദകൾ പറയുന്നതാണ്. ചതുർവേദകൾ ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ, പിന്നെ സംഗീത സേവ, അഷ്ടക സേവ, ഇങ്ങനെയല്ല ഒരു അഷ്ടാവധാന സേവ നടക്കുവാണ്. പിന്നെ കഷായ ദീപാരാധന ഇത് അവസാനത്തിൽ വരുന്നതാണ്. കഷായ ദീപാരാധന ചെയ്തിട്ട് പിന്നെ ക്ലോസ് ആണ്, അമ്പല് ക്ലോസ് ആണ്. എല്ലാ കഷായ തീർത്ഥ എല്ലാ ഭക്തന്മാർക്ക് കൊടുത്തിട്ട് അമ്പല് ക്ലോസ് ചെയ്യുന്നത് ഒരു സംസ്കാരമാണ്. ഇവിടുത്തെ ഒരു പരമ്പരാഗത വിഷയമാണ്. അമ്മയ്ക്ക് ഈ ഒരു മൂകാംബിക അമ്പലക്ക് കേരളക്കാർക്ക് ഒരു അവിനാഭാവ സംബന്ധമുണ്ട്. ഇതിൽ അമ്മയ്ക്ക് കേരളക്കാരെന്നാൽ ഒരു ഭയങ്കര പ്രീതിയാണ്. ആ ഒരു ലവ് ആൻഡ് അഫെക്ഷൻ അത് കേരളക്കാരെന്നാൽ വളരെ ഒരു പ്രീതിയുണ്ട് അമ്മയ്ക്ക് എല്ലാവരും മുകളിലും പ്രീതിയുണ്ട്. അമ്മയ്ക്ക് എല്ലാവരും മക്കളെ, കേരളക്കാർക്ക് ഒരു വിശേഷ സ്ഥാനമാനമുണ്ട് ഈ ഒരു അമ്പലിൽ. എല്ലാവർക്കും അമ്മേ അനുഗ്രഹം ഉണ്ടാവണം. നമസ്കാരം. അങ്ങനെ നമ്മുടെ മൂകാംബിക യാത്രാ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്നായിട്ട് ദേവിയെ തൊഴാൻ സാധിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി. സന്തോഷത്തോടെ കൂടെ ഞങ്ങൾ മടങ്ങുകയാണ്.